Article 246 is related to the 7th schedule of Indian Constitution. You may all know, and we have earlier discussed, the 7th schedule is related to list, the union list, the concurrent list, and the state list. So Article 246 is related to that 7th schedule or list. Article 246 says, the Union Parliament has exclusive power to make matters in list 1, that is the union list in the 7th schedule. And the state has exclusive power to make matters in list 2 of the 7th schedule, that is a state list. And both the parliament and state have power to make matters regarding the matters in list 3 of the 7th schedule, that is the concurrent list. So Article 246 related to the powers of state, union, and both of them to make acts related to matters in the 3 lists of the 7th schedule. That is the union list related to union, state list related to state, and concurrent for both. അപ്പോൾ പാർട്ട് 11 എന്ന് പറയുന്നത് യൂണിയൻ, കേന്ദ്രം, സ്റ്റേറ്റ്, സംസ്ഥാനം ഇവയ്ക്കിടയിലെ ബന്ധത്തെപ്പറ്റി പറയുന്നതാണ്. റിലേഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് എന്ന ഭാഗമാണ് പാർട്ട് 11 പറയുന്നത്. 245 മുതൽ 263 വരെയുള്ള ആർട്ടിക്കിളുകളാണ് ഈ ഭാഗത്ത് ഉൾപ്പെടുന്നത്. പാർട്ട് 11 ഉൾപ്പെടുന്നത് 245 മുതൽ 263 വരെയുള്ള ആർട്ടിക്കിളുകളാണ്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട ആർട്ടിക്കിളുള്ളതാണ് ആർട്ടിക്കിൾ 246. ആർട്ടിക്കിൾ 246 ഭരണഘടനയുടെ 7ാം ഷെഡ്യൂള്, നമ്മൾ ഷെഡ്യൂൾ പഠിച്ചിരുന്നു, 12 ഷെഡ്യൂള്. അതിലെ 7ാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 246. എന്താണ് 7ാം ഷെഡ്യൂള്? 3 ലിസ്റ്റാണ് 7ാം ഷെഡ്യൂള്. 3 ലിസ്റ്റാണ്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന രണ്ടാമതൊരു ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന മൂന്നാമതൊരു ലിസ്റ്റ്. ഈ 3 ലിസ്റ്റിൽ എന്താണുള്ളത്? പല കാര്യങ്ങളാണ്. നിയമം ഉണ്ടാക്കാൻ വേണ്ട പല പല ഏരിയകൾ അല്ലെങ്കിൽ പല പല വസ്തുക്കൾ, അതുമായി ബന്ധപ്പെട്ട് ഈ 3 ലിസ്റ്റിൽ ഉൾപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടാണ് നിയമങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ നിയമങ്ങളെ നമ്മൾ 3 ലിസ്റ്റുകളിലാക്കി മാറ്റിയിട്ടുണ്ട്. യൂണിയൻ ലിസ്റ്റ് അഥവാ ഫസ്റ്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് അഥവാ സെക്കൻഡ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് അഥവാ തേർഡ് ലിസ്റ്റ്, അങ്ങനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 246 പറയുന്നത് ഇതിലെ 1ാം ലിസ്റ്റ് അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റിൽ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിയമമുണ്ടാക്കാനുള്ള പൂർണ്ണ അധികാരം പാർലമെന്റിന് മാത്രമാണ്. എക്സ്ക്ലൂസീവ് എന്നാണ് പറഞ്ഞത്, പാർലമെന്റിന് മാത്രമാണുള്ളത്. 1ാമത്തെ ലിസ്റ്റ് അഥവാ യൂണിയൻ ലിസ്റ്റിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം അല്ലെങ്കിൽ നിയന്ത്രണം ആർക്ക് മാത്രമാണ്? യൂണിയൻ അല്ലെങ്കിൽ പാർലമെന്റിന് മാത്രമാണെന്ന് പറയുന്നതാണ് 246 1ാമത്തെ പോയിന്റ്. 2ാമത്തെ പോയിന്റ്, 7ാമത്തെ ഷെഡ്യൂളിലെ 2ാമത്തെ ലിസ്റ്റ് അഥവാ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള പൂർണ്ണ അധികാരം അല്ലെങ്കിൽ നിയന്ത്രണം സ്റ്റേറ്റ് അഥവാ സംസ്ഥാനത്തിന് മാത്രമാണെന്ന് പറയുന്നതാണ് 2ാമത്തെ പോയിന്റ്. എന്താണ്? ലിസ്റ്റ് 2 അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള പൂർണ്ണ അധികാരം സംസ്ഥാനങ്ങൾക്ക് മാത്രമാണെന്ന് പറയുന്നതാണ് 2ാമത്തെ പോയിന്റ്. ഇനി 3ാമത്തെ പോയിന്റ് എന്താണ്? ലിസ്റ്റ് 3 അഥവാ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ലിസ്റ്റിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പാർലമെന്റിനും സ്റ്റേറ്റിനും നിയമങ്ങൾ ഉണ്ടാക്കാം. അവിടെ പറയുന്നില്ല ആര് മാത്രമേ ചെയ്യാമെന്ന് പറയുന്നില്ല, 2 കൂട്ടർക്കും ചെയ്യാം. ചെയ്യുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? തമ്മിൽ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ വ്യതിചലനം ഉണ്ടാവാൻ പാടില്ല. അഥവാ വ്യതിചലനം ഉണ്ടായാൽ ഏത് നിയമമായിരിക്കും നിലനിൽക്കുന്നത്? പാർലമെന്റ് ആണല്ലോ കൂടിയത്. അതുകൊണ്ട് പാർലമെന്റ് ഉണ്ടാക്കുന്ന നിയമം സ്റ്റേറ്റ് ഉണ്ടാക്കുന്ന നിയമത്തിന് മുകളിൽ നിൽക്കും, അല്ലെങ്കിൽ
സ്റ്റേറ്റ് ഉണ്ടാക്കിയ നിയമത്തിന് വാലിഡിറ്റി ഉണ്ടാവില്ല. അപ്പോൾ 246 എന്ന് പറയുന്ന ആർട്ടിക്കിള് പാർട്ട് 11 പെടുന്ന പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. അത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? 7ാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടതാണ്. 7ാം ഷെഡ്യൂളിൽ 3 ലിസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ്, സെക്കൻഡ് ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ്, തേർഡ് ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ്. ഇപ്പോൾ 246 പറയുന്ന 3 പോയിന്റുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ ലിസ്റ്റ് അഥവാ യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന കാര്യങ്ങളിൽ നിയമം ഉണ്ടാക്കാനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ? പാർലമെന്റ് അല്ലെങ്കിൽ കേന്ദ്രത്തിന് മാത്രമേ ഉള്ളൂ. 2ാം ലിസ്റ്റ് അഥവാ സ്റ്റേറ്റ് ലിസ്റ്റിൽ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഇനി 3ാമത്തെ ലിസ്റ്റിൽ നിന്ന് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും നിയമങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ ഒരു വ്യതിചലനം അല്ലെങ്കിൽ തമ്മിലൊരു വ്യത്യാസം ഉണ്ടായാൽ ആരുടെ നിയമം നിലനിൽക്കും? കേന്ദ്രത്തിന്റെ നിയമം നിലനിൽക്കും. അതാണ് 246 പറയുന്നത്. സോ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് part 11. Move to the next part 12. Part 12 related to the finance property contract suits by government. Finance property contract suits by government or related to government. That is in part 12. The articles in this part are Article 264 to 300A. Article 264 to 300A. So look the main articles in this part, the part 12, the important articles in part 12. The first one is Article 265. Article 265 says no tax shall be levied or collect except by authority of law. No tax shall be levied or collect except by authority of law. Simply, Article 265 is related to tax. The article related to tax is Article 265. That is, Article 265 says. Next one is Article 266. Article 266 says about the consolidated fund and public accounts. The consolidated fund and the public accounts. What is consolidated fund? The tax, duties, revenues received by the government and the repayments to the government in the form of loan, treasury bills, money advance, etc. to form consolidated fund. The tax, duties and the revenues received by the government and the repayment to the government in the form of loan, treasury bills, money advanced, etc. to form consolidated fund. Government's income and expenditure both are done through this account. This fund helps the government to meet the income and the expenditure. All other public money received by the government form public account. All other public money received by fund other than the consolidated fund goes to the public accounts. That is in Article 266. So Article 266 is related to consolidated fund and public accounts. Next one is Article 267. Contingency fund. That is another fund, contingency fund. This is a fund for contingency. That is, it is made for the purpose of meeting unforeseen expenditure like a natural disaster, etc. It is the fund for contingency purpose. This fund formed for the purpose of meeting an unforeseen expenditure like a natural disaster, etc. That is Article 267. Next important article is Article 280, one of the important article in this part. Finance Commission. Article 280 related to Finance Commission. Finance Commission is a commission of a 5-membered panel, 4 members and a chairman. That is Finance Commission. The
total membership or the total strength of finance commission is 5. 4 members and a chairman. These all are appointed by the president. The president appointed the finance commission. So article 280 related to finance commission. It is a 5-membered one. One is chairman and 4 other members. Who is appointed them? The president. The current finance commission is N.K. Singh, the 15th finance commission. That is from 2020 to 2025. The previous finance commission was Y.V. Reddy, and it was the 14th finance commission, that is from 2050 to 2020. The current finance commission is N.K. Singh. He is the 15th finance commissioner and for the year 2020 to 2025. ഇപ്പോൾ പാർട്ട് 11 കഴിഞ്ഞ് പാർട്ട് 12ലേക്ക് വരികയാണ്. പാർട്ട് 12 പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഫിനാൻസ്, പ്രോപ്പർട്ടി, കോൺട്രാക്ട്സ്, സ്യൂട്ട്സ് മുതലായവ പറ്റിയാണ്. കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എഗ്രിമെൻ്റ് ആണ്. സ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിലുള്ള റെപ്രസെൻറ്റേഷനും കേസുമാണ്. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സ്വത്തുവകകളാണ്. ഫിനാൻസ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമാണ്. അപ്പോൾ പാർട്ട് 12 പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഫിനാൻസ്, പ്രോപ്പർട്ടി, കോൺട്രാക്ട്സ്, സ്യൂട്ട് മുതലായ കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ആർട്ടിക്കിൾ 264 മുതൽ 300A വരെയുള്ള ആർട്ടിക്കിളുകളാണ് പാർട്ട് 12 ഉൾപ്പെടുന്നത്. ആർട്ടിക്കിൾ 264 മുതൽ 300A വരെയുള്ള ആർട്ടിക്കിളുകൾ. നമുക്ക് ആദ്യം അതിലെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ നോക്കാം. ആർട്ടിക്കിൾ 265 വളരെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 265 ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. കൃത്യമായിട്ടൊരു നിയമമില്ലാതെ ടാക്സ് പിരിക്കാനോ ചുമത്താനോ പാടില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 265. എന്താണ്? കൃത്യമായിട്ടൊരു നിയമത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ലാതെ ടാക്സ് അല്ലെങ്കിൽ നികുതി പിരിക്കാനോ ചുമത്താനോ പാടില്ല എന്ന് പറയുന്നതാണ് 265. അപ്പോൾ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? 265. ആർട്ടിക്കിൾ 265 ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. ഇനി അടുത്തത് 266. 266, 267 രണ്ട് ഫണ്ടുകളെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഗവൺമെൻറ്റിന് ആകെ 2 ഫണ്ടേ ഉള്ളൂ. നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു, കൺസോളിഡേറ്റഡ് ഫണ്ടും കണ്ടീജൻസി ഫണ്ടും. അതിൽ ആർട്ടിക്കിൾ 266 നമ്മൾ പഠിക്കുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ആൻഡ് പബ്ലിക് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഭാഗമാണ്. കൺസോളിഡേറ്റഡ് ഫണ്ട് ആൻഡ് പബ്ലിക് അക്കൗണ്ട്സ്. എന്താണ് കൺസോളിഡേറ്റഡ് ഫണ്ട്? ടാക്സ്, ഡ്യൂട്ടി, റവന്യൂ മുതലായവയിൽ നിന്ന് കിട്ടുന്ന വരുമാനവും ഗവൺമെൻറ്റിൻ്റെ ലോണ്, ട്രഷറി ബില്ല്, മണി മുതലായവയ്ക്ക് അഡ്വാൻസായി നൽകിയതിന് തിരിച്ചു കിട്ടുന്നതും ചേർത്ത് രൂപം കൊള്ളുന്ന ഫണ്ടാണ് കൺസോളിഡേറ്റഡ് ഫണ്ട്. അതായത് ഗവൺമെൻറ്റിന് വരുമാനം ലഭിക്കുന്നത് എല്ലാ മേഖലയിൽ നിന്നും, ലോണ്, ട്രഷറി ബില്ല്, മണി തുടങ്ങിയവയൊക്കെ നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ട് അതിന് തിരിച്ചു കിട്ടുന്ന റീപേയ്മെൻറ്റുകൾ, ടാക്സ്, ഡ്യൂട്ടീസ്, റവന്യൂസ്, ഇതിൽ നിന്നൊക്കെ നേരിട്ട് കിട്ടുന്ന തുകകൾ, ഇതെല്ലാം കൂടെ ചേർന്ന് രൂപപ്പെടുത്തുന്ന സർക്കാരിലേക്ക് എത്തുന്ന തുകകളെല്ലാം കൂടെ ഈ പറയുന്ന വിഭാഗത്തിൽ നിന്നും കിട്ടുന്ന പൈസകളെല്ലാം കൂടെ അല്ലെങ്കിൽ രൂപകളെല്ലാം കൂടെ ചേർന്നുണ്ടാകുന്നതാണ് കൺസോളിഡേറ്റഡ് ഫണ്ട്. കൺസോളിഡേറ്റഡ് ഫണ്ട്. ഈ കൺസോളിഡേറ്റഡ് ഫണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ വരുമാനവും ചെലവും അല്ലെങ്കിൽ വരവും ചെലവും ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിനെ ആസ്പദമാക്കിയിട്ടാണ്. ഗവൺമെൻറ്റിനുള്ള വരുമാനമെല്ലാം കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്കാണ് വരുന്നത്. ഗവൺമെൻറ്റിൻ്റെതായ ചിലവുകൾ ഈ ഫണ്ടിൽ നിന്നെടുത്താണ് ചിലവാക്കേണ്ടത്. സാലറി, എക്സ്പെൻസ് എല്ലാവർക്കും കൊടുക്കാനുള്ള പൈസകൾ, അതായത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കായാലും ഭരണഘടനാ പദവിയിലിരിക്കുന്നവർക്കായാലും അവർക്ക് കൊടുക്കാനുള്ള ശമ്പളവും മറ്റു കാര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ ചെലവും എല്ലാം വഹിക്കുന്നത് ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്. മുകളിൽ പറഞ്ഞ ടാക്സിൽ നിന്നും ഡ്യൂട്ടിയിൽ നിന്നും റവന്യൂവിൽ നിന്നും ട്രഷറി ബില്ലിൽ നിന്നും ഒക്കെ കിട്ടുന്ന പൈസ എവിടേക്കാണ് വരുന്നത്? ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്കാണ് വരുന്നത്. അപ്പം നിലവിൽ സർക്കാരിൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? കൺസോളിഡേറ്റഡ് ഫണ്ടിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇനി മുകളിൽ പറഞ്ഞ ടാക്സും ഡ്യൂട്ടിയും ലോണും ട്രഷറി ബില്ലും ഒന്നും അല്ലാതെ സർക്കാരിലേക്ക് വരുന്ന മറ്റു തുകകളെല്ലാം പബ്ലിക് അക്കൗണ്ട്സിലായിരിക്കും. ഇപ്പോൾ ടാക്സും ഡ്യൂട്ടിയും റവന്യൂവും ട്രഷറി ബില്ലും മണിയും ലോണും ഒന്നും അല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ സർക്കാരിലേക്ക് വരുന്ന പൈസ എവിടെ ആയിരിക്കും?
പബ്ലിക് അക്കൗണ്ടിലായിരിക്കും. അപ്പോൾ 266 പറയുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ടും പബ്ലിക് അക്കൗണ്ട്സുമാണ്. എന്താണ് കൺസോളിഡേറ്റഡ് ഫണ്ട്? സർക്കാരിൻ്റെ വരവ് ചെലവുകൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ സർക്കാരിൻ്റെ വരവ് ചെലവുകൾ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന ഫണ്ടാണ് കൺസോളിഡേറ്റഡ് ഫണ്ട്. കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്കുള്ള പൈസകൾ എവിടെ നിന്നൊക്കെയാണ് വരുന്നത്? ടാക്സിൽ നിന്ന് വരുന്നുണ്ട്, ഡ്യൂട്ടീസിൽ നിന്ന് വരുന്നുണ്ട്, റവന്യൂവിൽ നിന്ന് വരുന്നുണ്ട്. ലോണ്, ട്രഷറി ബില്ല്, മണി, നമ്മുടെ പൈസയൊക്കെ കൊടുക്കുന്നതിന്, ഗവൺമെൻറ് ഈട് നൽകിയിരിക്കുന്നതിന് തിരിച്ചു കിട്ടുന്ന റീപേയ്മെൻറ്റുകൾ, ഇതെല്ലാം കൂടെ ചേർന്ന് രൂപം കൊള്ളുന്നതാണ് എന്ത്? കൺസോളിഡേറ്റഡ് ഫണ്ട്. കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് സാലറിയും മറ്റ് ചെലവുകൾക്കുമുള്ള പൈസ ഉപയോഗിക്കുന്നത്. അപ്പം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? കൺസോളിഡേറ്റഡ് ഫണ്ടിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇനി മുകളിൽ പറഞ്ഞ രീതിയിലൊന്നുമല്ലാതെ സർക്കാരിലേക്ക് വരുന്ന പൈസകൾ എവിടേക്ക് ചെല്ലും? പബ്ലിക് അക്കൗണ്ട്സിലേക്ക് ചെല്ലും. അപ്പോൾ അതാണ് 266 പറയുന്നത്, കൺസോളിഡേറ്റഡ് ഫണ്ടും പബ്ലിക് അക്കൗണ്ട്സും. ഇനി 267 പറയുന്നത് സർക്കാരിൻ്റെ രണ്ടാമത്തെ ഫണ്ടിനെ പറ്റിയിട്ടാണ്, കണ്ടീജൻസി ഫണ്ട്. കണ്ടീജൻസി ഫണ്ട് പേരിൽ തന്നെയുണ്ട്, കണ്ടീജൻസിക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടാണ് കണ്ടീജൻസി ഫണ്ട്. കണ്ടീജൻസി എന്ന് പറഞ്ഞാൽ യാദൃച്ഛികമായിട്ട്, ആകസ്മികമായിട്ടെന്നൊക്കെയാണ്. അതായത് നമ്മൾ മുൻകൂട്ടി കാണുകയാണ് എന്തോ ചിലവ് വരുന്നുണ്ടെന്ന്. അപ്പോൾ അതിലേക്ക് ആ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ചിലവ് താങ്ങാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് നമുക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടാണ് കണ്ടീജൻസി ഫണ്ട്. കണ്ടീജൻസി ഫണ്ട് പൊതുവെ പ്രകൃതി ദുരന്തങ്ങൾ, അവിചാരിതമായിട്ട് യുദ്ധങ്ങളൊക്കെ വരുമ്പോൾ രാജ്യത്തിന് നിലവിലുള്ളതിൽ കൂടുതൽ അവിചാരിതമായിട്ട് ചിലവുകൾ വരും. ആ ചിലവുകളെ നമ്മൾ നേരിടുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത് കണ്ടീജൻസി ഫണ്ടിൽ നിന്നുള്ള പണം ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ കണ്ടീജൻസി ഫണ്ട് യാദൃച്ഛികമായിട്ട് അല്ലെങ്കിൽ ആകസ്മികമായിട്ടുണ്ടാകുന്നത്, നനച്ചിരിക്കാതെ ഉണ്ടാകുന്ന ചിലവുകളെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ നേരിടാൻ വേണ്ടിയിട്ടുള്ളതാണ് കണ്ടീജൻസി ഫണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ, അവിചാരിതമായിട്ടുണ്ടാകുന്ന യുദ്ധങ്ങൾ, അങ്ങനെ രാജ്യത്തിന് വന്നു ചേരാവുന്ന ചെലവുകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടാണ് കണ്ടീജൻസി ഫണ്ട്. ആ ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് മാത്രമേ കണ്ടീജൻസി ഫണ്ടിൽ നിന്നും നമുക്ക്, അല്ലെങ്കിൽ സർക്കാരിന്, ഗവൺമെൻറ്റിന് പൈസ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആർട്ടിക്കിൾ 267 എന്താണ് പറയുന്നത്? കണ്ടീജൻസി ഫണ്ടിനെ പറ്റിയിട്ടാണ് പറയുന്നത്. 266 കൺസോളിഡേറ്റഡ് ഫണ്ടാണെങ്കിൽ 267 കണ്ടീജൻസി ഫണ്ടാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 280. ആർട്ടിക്കിൾ 280 വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. ഫിനാൻസ് കമ്മീഷനെ പറ്റി പറയുന്നതാണ് ആർട്ടിക്കിൾ 280. ഫിനാൻസ് കമ്മീഷനെ പറ്റി. ഫിനാൻസ് കമ്മീഷന്റെ അംഗസംഖ്യ എത്രയാണ്? ഒരു ചെയർമാനും 4 അംഗങ്ങളും അടക്കം 5 പേർ ചേർന്നതാണ് ഒരു ഫിനാൻസ് കമ്മീഷൻ. ഇവരെ എല്ലാവരെയും നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. അപ്പോൾ ആർട്ടിക്കിൾ 280 ഫിനാൻസ് കമ്മീഷനാണ്. ഫിനാൻസ് കമ്മീഷനിൽ ചെയർമാൻ അടക്കം 5 മെമ്പേഴ്സാണ് ഉള്ളത്. അവരെ ആരാണ് നിയമിക്കുന്നത്? പ്രസിഡന്റാണ്. പ്രസിഡന്റാണ് അവരെ നിയമിക്കുന്നത്. നമ്മുടെ നിലവിൽ ഉണ്ടായിരുന്ന കഴിഞ്ഞ കമ്മീഷൻ ഏതായിരുന്നു? YV റെഡ്ഡി കമ്മീഷനായിരുന്നു കഴിഞ്ഞ ഫിനാൻസ് കമ്മീഷൻ. 14ാമത്തെ ഫിനാൻസ് കമ്മീഷനായിരുന്നു YV റെഡ്ഡി. അത് കഴിഞ്ഞു. 2015 മുതൽ 2020 വരെയുള്ള വർഷത്തിലേക്കുള്ള കമ്മീഷനായിരുന്നു YV റെഡ്ഡി, 14ാമത്തത്. നിലവിൽ പുതിയ ഫിനാൻസ് കമ്മീഷൻ രൂപം കൊണ്ടു. 2020 മുതൽ 2025 വരെയുള്ള രാജ്യത്തിൻ്റെ ഫിനാൻസ് കമ്മീഷൻ 15ാമത്തെ ഫിനാൻസ് കമ്മീഷനായിട്ട് NK സിംഗ് ആണ് ചുമതല എടുത്തിരിക്കുന്നത്. 15ാമത്തെ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? NK സിംഗ്. NK സിംഗിന്റെ നേതൃത്വത്തിലുള്ള 15ാം ഫിനാൻസ് കമ്മീഷൻ 2020-2025 വർഷത്തേക്കുള്ള ഫിനാൻസ് കമ്മീഷനാണ് ഏറ്റവും പുതിയ ഫിനാൻസ് കമ്മീഷൻ. കഴിഞ്ഞ ഫിനാൻസ് കമ്മീഷൻ ഏതായിരുന്നു? YV റെഡ്ഡി ആയിരുന്നു ചെയർമാൻ. അദ്ദേഹം ചെയർമാനായിട്ടുള്ള 14ാം ഫിനാൻസ് കമ്മീഷൻ 2015-2020 നിലവിൽ NK സിംഗിന്റെ അധ്യക്ഷതയിൽ 15ാം ഫിനാൻസ് കമ്മീഷൻ 2020 മുതൽ 2025 വരെ. So, moving to the next important article is Article 292. Article 292 says the borrowing by the union or the union government upon the security of consolidated fund. The borrowing by the union government upon the security of the consolidated fund. That is, the consolidated fund will be the security of the government in the case of borrowing. Article 293 is quite similar to 292. Article 293 says the borrowing by the state government
upon the security of consolidated fund of state. So Article 292 says the borrowing by the union government upon the security of consolidated fund of union. And 293 says the borrowing of the state government upon the security of consolidated fund of state. That is 292 and 293. 292 the borrowing by the union and 293 the borrowing by the state government. Next important article is Article 296. Article 296 says the property accruing by escheat or lapse or as bona vacantia. The two words used in Article 296 here, escheat and bona vacantia. Escheat, E-S-C-H-E-A-T, escheat, and bona vacantia, B-O-N-A-V-A-C-A-N-T-I-A, bona vacantia. That is escheat and bona vacantia. Escheat means the reversion of a property of a person or any person to state if the owner dying without legal heirs. Escheat means the reversion of property to the state if the owner dying without legal heirs. That is escheat. Next one, bona vacantia. Bona vacantia is a Latin word and its meaning is ownerless goods. Ownerless goods. That is the meaning of bona vacantia. That is the property with no owner. That means by bona vacantia. So Article 296 says that if a person who died without a legal heir, then the whole property of that person will reverse or return to the state or to the union in the case of union territory. So if a person died in the country without a legal heir, then the whole property will return or reverse to the state or to the union in the case of union territory. The two words used in 296 are escheat and bona vacantia. Escheat means a reversion of a property to the state if the owner dying without legal heir. And bona vacantia means it is a Latin word. It means ownerless good. That here the property with no owner. That is says in Article 296. Property accruing by escheat or lapse or as bona vacantia. That is Article 296. Next important article is Article 300A, the last and final important article. We have discussed the related article with the 300A in our earlier section. The 300A is a legal right and earlier it was a fundamental right. It was removed from fundamental right, now only it is a legal right. That is 300A. 300A says no person shall be deprived of his property saved by authority of law. No person shall be deprived of his property saved by authority of law. Says in Article 300A. It was earlier a fundamental right and now it is only a mere legal right. That is the final or important article in the part 12. അപ്പോൾ 280 ഫിനാൻസ് കമ്മീഷൻ വരെയുള്ള ആർട്ടിക്കിൾ നമ്മൾ പറഞ്ഞു നിർത്തി. 292, 293 അടുത്ത വരുന്ന രണ്ട് പ്രധാന ആർട്ടിക്കിളാണ്. ഒരേപോലെയുള്ള രണ്ട് ആർട്ടിക്കിളാണ് 292 293. 292 എന്താണ് പറയുന്നത്? കൺസോളിഡേറ്റഡ് ഫണ്ട്. നമ്മൾ മുൻപ് പറഞ്ഞ 266 ആർട്ടിക്കിൾ പറഞ്ഞ കൺസോളിഡേറ്റഡ് ഫണ്ടിനെ ഈട് നൽകിക്കൊണ്ട് ഗവൺമെന്റ് കടമെടുക്കുന്നതിനെയാണ് 292 പറയുന്നത്. കൺസോളിഡേറ്റഡ് ഫണ്ടിനെ ഈട് നൽകിക്കൊണ്ട് ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് കടമെടുക്കുന്നതിനെയാണ് 292 പറയുന്നത്. 293 പറയുന്നത്
സംസ്ഥാനങ്ങളുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിനെ ഈട് നൽകിക്കൊണ്ട് സംസ്ഥാനങ്ങൾ കടമെടുക്കുന്നതിനെയാണ് 293 പറയുന്നത്. അപ്പോൾ 292 പറയുന്നത് കേന്ദ്രത്തിലെ കൺസോളിഡേറ്റഡ് ഫണ്ടിനെ ഈട് നൽകിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന കടം. 293 പറയുന്നത് സംസ്ഥാനത്തെ കൺസോളിഡേറ്റഡ് ഫണ്ടിനെ ഈട് നൽകിക്കൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് എടുക്കുന്ന കടം. 292 കടമെടുക്കുന്നതാണ്, 293 കടമെടുക്കുന്നതാണ്. 292 കേന്ദ്ര ഗവൺമെന്റ് കടമെടുക്കുന്നതാണ്. എങ്ങനെ? കൺസോളിഡേറ്റഡ് ഫണ്ടിനെ ഈട് നൽകിക്കൊണ്ട് അല്ലെങ്കിൽ സെക്യൂരിറ്റി നൽകിക്കൊണ്ട്. 293 സംസ്ഥാന സർക്കാരിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിനെ ഈട് അല്ലെങ്കിൽ സെക്യൂരിറ്റി നൽകിക്കൊണ്ട് വാങ്ങിക്കുന്ന കടമെടുപ്പിനെയാണ് 293 പറയുന്നത്. അതാണ് ആർട്ടിക്കിൾ 292 293. അടുത്ത വളരെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ് 296. 296 രണ്ട് പ്രധാന പോയിന്റുകളാണ് ഉള്ളത്. എസ്റ്റീറ്റും ബോണ വെക്കൻസിയും. എസ്റ്റീറ്റും ബോണ വെക്കൻസിയും. എസ്റ്റീറ്റ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ഒരാള് കൃത്യമായിട്ട് അല്ലെങ്കിൽ ഒരു അനന്തരാവകാശി പോലും ഇല്ലാതെ മരിക്കുകയാണെങ്കിൽ അയാളുടെ മുഴുവൻ സ്വത്ത് സമ്പാദ്യവും സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരും. ആ പ്രോപ്പർട്ടികൾ അല്ലെങ്കിൽ ആ സമ്പാദ്യങ്ങളൊക്കെ സംസ്ഥാനങ്ങളിലാണെങ്കിൽ സംസ്ഥാനത്തും, അതല്ല യൂണിയൻ ടെറിട്ടറീസിലാണെങ്കിൽ കേന്ദ്രത്തിലേക്കും എത്തിച്ചേരുമെന്ന് പറയുന്നതാണ് എസ്റ്റീറ്റ്. എസ്റ്റീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ലോ പ്രിൻസിപ്പിളാണ്. അതായത് ഒരാൾ കൃത്യമായിട്ട് അനന്തരാവകാശം ഇല്ലാതെ മരിച്ചു പോവുകയാണെങ്കിൽ അയാളുടെ സ്വത്ത് സമ്പാദ്യങ്ങളെല്ലാം തിരിച്ച് ഗവൺമെന്റിലേക്ക് അല്ലെങ്കിൽ രാജാവിലേക്ക് എത്തിച്ചേരുമെന്ന് പറയുന്നതാണ് എസ്റ്റീറ്റ്. ഇവിടെ രാജഭരണമല്ല, നമ്മൾ ഗവൺമെന്റാണ് ഭരിക്കുന്നതെന്നുണ്ടായതുകൊണ്ട് എസ്റ്റീറ്റ് പ്രകാരം ഈ പ്രോപ്പർട്ടികളൊക്കെ എങ്ങോട്ട് പോയി മുഴുവൻ സ്വത്ത് സമ്പാദ്യവും സംസ്ഥാന ഗവൺമെന്റിലേക്ക് എത്തും. ഇതൊക്കെ സംസ്ഥാനത്താണെന്നുണ്ടെങ്കിൽ. ഇനി യൂണിയൻ ടെറിട്ടറിയിലാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിലേക്ക് എത്തിച്ചേരും. അതാണ് എസ്റ്റീറ്റ് എന്ന് പറയുന്നത്. എസ്റ്റീറ്റ് ഒരു പ്രിൻസിപ്പിളാണ്. എസ്റ്റീറ്റിന്റെ ഇന്ത്യയിലെ ആപ്ലിക്കബിലിറ്റി അല്ലെങ്കിൽ ഇന്ത്യയിൽ അത് എങ്ങനെ ബാധകമാകും? എസ്റ്റീറ്റ് പ്രകാരം സ്വത്ത് സമ്പാദ്യങ്ങളൊക്കെ സർക്കാരിലേക്ക് എത്തിച്ചേരും. എസ്റ്റീറ്റ് പറയുന്നത് രാജാവിലേക്ക് അല്ലെങ്കിൽ ഏത് ഭരണാധികാരിയാണോ ഉള്ളത് അദ്ദേഹത്തിലേക്ക് എത്തിച്ചേരുമെന്ന് പറയുന്നതാണ് എസ്റ്റീറ്റ്. ഇന്ത്യയിലെ സ്ഥിതി അനുസരിച്ച് ഇന്ത്യയിൽ ഭരണാധികാരി ഗവൺമെന്റ് ആയതുകൊണ്ട് അത് ഗവൺമെന്റിലേക്ക് എത്തിച്ചേരും. അതാണ് എസ്റ്റീറ്റ്. ഇനി എന്താണ് ബോണ വെക്കൻഷ്യ? ബോണ വെക്കൻഷ്യ എന്ന് പറഞ്ഞാൽ ഒരു ലാറ്റിൻ വേർഡാണ്. അതിന്റെ അർത്ഥം ഓണർലെസ് ഗുഡ്, ഉടമസ്ഥനില്ലാത്ത വസ്തുവക. ഇവിടെ ഉടമസ്ഥനില്ലാത്ത വസ്തുവക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആളില്ലാതെ അല്ലെങ്കിൽ അനന്തരാവകാശം ഇല്ലാതെ കിടക്കുന്ന വസ്തു എന്നുള്ളതാണ്. അപ്പോൾ ആർട്ടിക്കിൾ 296 പറയുന്നത് കൃത്യമായ അനന്തരാവകാശികളൊന്നുമില്ലാതെ ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ അയാളുടെ സ്വത്ത് സമ്പാദ്യങ്ങളൊക്കെ സർക്കാരിലേക്ക് അല്ലെങ്കിൽ ഗവൺമെന്റിലേക്ക് എത്തിച്ചേരുമെന്ന് പറയുന്നതാണ് 296. 296 ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വസ്തുക്കളാണ് എസ്റ്റീറ്റും ബോണ വെക്കൻസിയും. എസ്റ്റീറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ കൃത്യമായ അനന്തരാവകാശം ഇല്ലാതെ മരിക്കുകയാണെങ്കിൽ അയാളുടെ സ്വത്ത് സമ്പാദ്യങ്ങളെല്ലാം തിരികെ സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരുമെന്ന് പറയുന്നതാണ് എസ്റ്റീറ്റ്. ബോണ വെക്കൻസി എന്ന് പറഞ്ഞാൽ ഓണർലെസ് ഗുഡ്, ഉടമസ്ഥനില്ലാത്ത വസ്തുവക. അതാണ് ആർട്ടിക്കിൾ 296. ഇനി 300A, ഈ പാർട്ടിലെ അവസാനത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ് 300A. ഇതിനു മുമ്പ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന ഭാഗത്തും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഭാഗത്തും ഒക്കെ നമ്മൾ പല പ്രാവശ്യം റെഫർ ചെയ്ത് വന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 300A. 300A എന്താണ് പറയുന്നത്? കൃത്യമായിട്ടുള്ള ഒരു നിയമപ്രകാരമോ അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന രീതിയിലോ അല്ലാതെ ഒരാളിൽ നിന്നും സർക്കാരിന് സ്വത്ത് പിടിച്ചെടുക്കാൻ സാധിക്കുന്നതല്ല. അപ്പം നിയമപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിലോ അല്ലെങ്കിൽ നിയമം അനുശാസിക്കുകയാണെങ്കിൽ മാത്രമേ ഒരാളിൽ നിന്നും അയാളുടെ സ്വത്തുവകകൾ സർക്കാരിന് കണ്ടെടുക്കാൻ അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നതാണ് 300A. 300A മുൻപ് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. ഇപ്പോൾ എന്താണത്? ഒരു ലീഗൽ റൈറ്റ് മാത്രമാണ്. കോടതി വഴി മാത്രമേ നമുക്ക് 300Aയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ. നമുക്ക് നേരത്തെ അത് റിട്ടുകൾ സമർപ്പിക്കാമായിരുന്നു ഫണ്ടമെന്റൽ റൈറ്റിന്റെ സമയത്ത്. ഇപ്പോൾ അതിന് സാധിക്കില്ല. അപ്പം 300A എന്ന് പറയുന്നത് റൈറ്റ് ടു പ്രോപ്പർട്ടിയാണ്. റൈറ്റ് ടു പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 300A. 300Aയിൽ എന്താണ് പറയുന്നത്? നിയമപ്രകാരമോ അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന രീതിയിലോ അല്ലാതെ ഒരാളിൽ നിന്നും സ്വത്ത് പിടിച്ചെടുക്കാൻ സാധിക്കുന്നതല്ലെന്ന് പറയുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട പാർട്ട് 12 പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ. നമുക്ക് ഒന്നുകൂടെ നോക്കാം. പാർട്ട് 12 എന്ന് പറയുന്നത് ഫിനാൻസ്, പ്രോപ്പർട്ടി, കോൺട്രാക്ട്സ് ആൻഡ് സ്യൂട്ട് എന്ന ഭാഗമാണ്. ആർട്ടിക്കിൾ 264 മുതൽ 300 വരെയുള്ള ആർട്ടിക്കിളാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്.
പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ് 265. 265 എന്താണ്? ടാക്സ് ആണ്. ടാക്സുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 265. 266 എന്താണ്? കൺസോളിഡേറ്റഡ് ഫണ്ടും പബ്ലിക് അക്കൗണ്ടുമാണ്. 267 എന്താണ്? കണ്ടീജൻസി ഫണ്ടാണ്. 280 എന്താണ്? ഫിനാൻസ് കമ്മീഷനാണ്. 292 93 എന്തിനെ പറ്റി പറയുന്നു? 292 കേന്ദ്ര സർക്കാർ കൺസോളിഡേറ്റഡ് ഫണ്ടിനെ ഈട് നൽകിക്കൊണ്ടെടുക്കുന്ന കടത്തെ പറ്റി പറയുന്നു. 293 സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തെ കൺസോളിഡേറ്റഡ് ഫണ്ടിനെ ഈട് നൽകിക്കൊണ്ട് കടമെടുക്കുന്നതിനെ പറ്റി പറയുന്നു. ഇനി 296 പറയുന്നത് 2 പോയിന്റുകളാണ്: എസ്റ്റേറ്റും ബോണ വക്കൻസിയും. ഒരാൾ കൃത്യമായ അനന്തരാവകാശം ഇല്ലാതെ മരിക്കുകയാണെങ്കിൽ അത് എവിടെ എത്തിച്ചേരും? അയാളുടെ പ്രോപ്പർട്ടി എല്ലാം ഗവൺമെന്റിലേക്ക് എത്തിച്ചേരും. ബോണ വക്കൻസി എന്ന് പറഞ്ഞാൽ ഓണർലെസ് ഗുഡ് എന്നാണ് അർത്ഥം. ഇനി 300 എന്താണ് പറയുന്നത്? റൈറ്റ് ടു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരാളുടെ സ്വത്തവകാശത്തെ പറ്റി പറയുന്നതാണ് 300. ഇപ്പോൾ ഇതെന്താണ്? ഒരു ലീഗൽ റൈറ്റ് മാത്രമാണ്. മുൻപ് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. നേരത്തെ നമുക്ക് റിട്ട് കൊടുക്കാമായിരുന്നു. ഇപ്പോൾ കോടതിയെ സമീപിച്ച് സൂട്ട് കൊടുക്കുക അല്ലെങ്കിൽ കേസ് കൊടുക്കാനേ ഒക്കുള്ളൂ. നിയമപരമായിട്ടോ അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന രീതിയിലോ അല്ലാതെ ഒരാളിൽ നിന്നും സ്വത്ത് പിടിച്ചെടുക്കാൻ സാധിക്കുന്നതല്ല എന്ന് പറയുന്നതാണ് 300A. So friends, that's all about the important articles in part 12. The remaining important articles and their respective parts we will discuss in our next class. നമ്മളതിന് പാർട്ട് 12 വരെയുള്ളതിൽ വളരെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ് പറഞ്ഞു നിർത്തിയത്. 300A വരെയുള്ള തുടർന്നുള്ള പ്രധാനപ്പെട്ട പാർട്ടുകളും അതിലെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളെയും പറ്റി നമുക്ക് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. നന്ദി.